വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ SCRT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ക്ലാസ്സുകൾ എങ്ങനെയാ മുന്നോട്ട് പോണേന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ 100 ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റഡ് ആക്കി, ആ സിലബസ് കംപ്ലീറ്റഡ് ആയി. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ 3 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ സയൻസോ അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് ജനറൽ ആയിട്ടുള്ള GK അങ്ങനെയുള്ള ഭാഗങ്ങളായിട്ടാണ് നമ്മൾ 3 ക്ലാസ്സുകൾ മുന്നോട്ട് പോകാറ്. അപ്പൊ നമ്മുടെ ടോപ്പിക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇനി നമ്മൾ ആഴ്ചയിൽ ഒരു 3-4 SCRT ക്ലാസ്സുകളും ഒരു എന്താ ചെയ്യണേ പ്രീവിയസ് ഇയറിലെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സും ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും അങ്ങനെ 7 days ആയിട്ട് അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം, അപ്പൊ വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ 3 ദിവസമായിട്ട് നിങ്ങൾ SCRT പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലരുടെയും ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം 1 മണിക്കൂറിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു ചാപ്റ്റർ നമുക്ക് വായിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു 50 പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അത്രയും മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗൗരവം എടുത്ത് നിങ്ങൾ ഇത് പഠിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നേ ടീച്ചറുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ട്രോപ്പോസ്ഫിയർ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ ട്രോപ്പോസ്ഫിയറിന് എന്താണ് ട്രോപ്പോസ്ഫിയർ? ട്രോപ്പോസ്ഫിയറിന് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല എന്ത് പേരിൽ അറിയപ്പെടുന്നു? ട്രോപ്പോസ്ഫിയറിന് മുകളിൽ എന്തുണ്ട്? ഒരു സംക്രമണ മേഖലയുണ്ട്. ഇത് ജോഗ്രഫിയാണ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള ആ സംക്രമണ മേഖല അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ട്രോപ്പോപാസ് എന്നാണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ട്രോപ്പോപാസ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിന് മുമ്പുള്ള സംക്രമണ മേഖല, ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ട്രോപ്പോപാസ് എന്നാണ്. ഇനി നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡാണ് അഗ്രികൾച്ചർ അഥവാ കൃഷിയിലെ അഗ്രികൾച്ചർ എന്നത്. ഈ അഗ്രികൾച്ചർ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് രൂപം കൊണ്ടതാണ്? അഗ്രികൾച്ചർ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. നമ്മുടെ നാട്ടില് വളരെയധികം കാണപ്പെടുന്ന ഒരു കൃഷിയാണ് ഈ നെൽകൃഷി അല്ലെ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഏത് മണ്ണാണ്? എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാ? എക്കൽ മണ്ണാണ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇങ്ങനെയാ തന്നേക്കണേ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരുത്തി ഉൽപാദന കേന്ദ്രം, പരുത്തി ഉൽപാദനം നടക്കുന്നത് മുംബൈ ആയതിനാൽ ഈ നഗരം ഏതു പേരിൽ അറിയപ്പെടുന്നു? അങ്ങനെ മുംബൈക്ക് വന്ന പേരാണ് കോട്ടോണോപോളിസ്. എന്താണ് കോട്ടോണോപോളിസ്? അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരുത്തി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ മുംബൈ കോട്ടോണോപോളിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിരുന്ന കാൽനടയായ തപാൽ സംവിധാനത്തിന് വിളിക്കുന്ന പേര് എന്താണ്? കാൽനടയായി പോസ്റ്റൽ ഉരുപ്പടികള് എത്തിക്കുന്ന സമ്പ്രദായത്തിന് പണ്ട് ഉണ്ടായിരുന്നു. ആ സമ്പ്രദായത്തിന് വിളിക്കുന്ന പേര് ദാവ എന്നാണ്. എന്താണ്? ദാവ. എന്താണ്? ദാവ എന്നാണ് അതിന്റെ പേര്. അടുത്തത്, രണ്ടാം പഴശ്ശി യുദ്ധ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? TH ബാബർ. ആരായിരുന്നു? TH ബാബർ. രണ്ടാം പഴശ്ശി യുദ്ധകാലത്ത് മലബാർ സബ് കളക്ടറുടെ പേര് എന്തായിരുന്നു? TH ബാബർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അടുത്തത്, ചൈൽഡ് ലൈൻ എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്. ചൈൽഡ് ലൈൻ സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? ചൈൽഡ് ലൈൻ സ്ഥാപിക്കപ്പെട്ടത് 1996-ലാണ്. ഇനി കൗമാരക്കാരായിട്ടുള്ളവർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്താൽ
അത് എന്താ പറയാ, അത് കൈകാര്യം, അവര് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടത് ഏതാണ്? എന്താണത്? ജുവനൈൽ കോടതിയാണ്. ജുവനൈൽ കോടതി. അപ്പൊ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ കുറ്റകൃത്യം ചെയ്താൽ അത് കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിന്റെ പേര് ജുവനൈൽ കോർട്ട് എന്നാണ്. ഒരു ദിവസം ഉണ്ടാകുന്ന ശരാശരി താപനിലയെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഒരു ദിവസം ഉണ്ടാകുന്ന ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നു. ഒരു ദിവസം ഉണ്ടാകുന്ന താപനിലയെ ദൈനിക ശരാശരി താപനില എന്നാണ് വിളിക്കുന്നത്. അടുത്തത്, ബംഗാൾ വിഭജനം നടന്ന സമയത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാന്തർ എന്ന് പറയുന്നത് ഒരു പത്രമാണ്. അതിന്റെ പത്രാധിപർ ആരാണ്? ഭൂപേന്ദ്ര നാഥ് ദത്ത. എന്താണ് അപ്പൊ ചോദ്യം? ബംഗാൾ വിഭജന കാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാന്തർ പത്രത്തിന്റെ പത്രാധിപർ ആരാണ്? ഭൂപേന്ദ്ര നാഥ ദത്തയാണ്. ഇനി അടുത്തത്, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നത് രചിച്ചത് ആരാണ്? ആരുടെയാണ് ആ രചന? ലൂയി കരോളിന്റെയാണ്. അപ്പൊ ലൂയി കരോൾ ആണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് രചിച്ചത്. ലൂയി കരോൾ രചിച്ചതാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ്. ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് നൽകുന്ന നാഷണൽ അവാർഡിന് വിളിക്കുന്ന പേര് എന്താണ്? നർഗീസ് ദത്ത് അവാർഡ്. എന്താ അതിന്റെ പേര്? നർഗീസ് ദത്ത് അവാർഡ് എന്നാണ്. ക്ലിയർ ആയോ? ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്കുള്ള നാഷണൽ അവാർഡാണ് നർഗീസ് ദത്ത് അവാർഡ്. ഏതാണ് അവാർഡ്? നർഗീസ് ദത്ത് അവാർഡ്. ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നടത്തിയത് ഒരു ദ്വീപിലാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ ദ്വീപിന്റെ പേര് ഗാലപ്പഗോസ് ദ്വീപ് എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ചാൾസ് ഡാർവിൻ തന്റെ പരീക്ഷണങ്ങൾ നടത്താൻ തിരഞ്ഞെടുത്ത ഗാലപ്പഗോസ് ദ്വീപുകൾ ഏത് രാജ്യത്തിന്റെ കീഴിലാണ്? ഇക്വഡോറിന്റെ കീഴിലാണ്. ചാൾസ് ഡാർവിൻ തന്റെ പരീക്ഷണങ്ങൾ നടത്താൻ തിരഞ്ഞെടുത്ത ഗാലപ്പഗോസ് ദ്വീപുകൾ ഇക്വഡോറിന്റെ നിയന്ത്രണത്തിലാണ്. അടുത്തത്, ഹൈപ്പർ മെട്രോപിയ എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഹൈപ്പർ മെട്രോപിയ എന്ന അസുഖം ഏത് അവയവത്തെ ആണ് ബാധിക്കുന്നത് എന്നാണ് ചോദ്യം. കണ്ണ്. ഹൈപ്പർ മെട്രോപിയ എന്ന അവയവം ബാധിക്കുന്നത് കണ്ണിനെയാണ്. അടുത്തത്, വാൽമീകി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ബീഹാറിലാണ്. വാൽമീകി ടൈഗർ റിസർവ് ബീഹാറിലാണ്. അടുത്തത്, ഒളിവർ ട്വിസ്റ്റ് ആര് സൃഷ്ടിച്ച കഥാപാത്രമാണ്? ഒളിവർ ട്വിസ്റ്റ് ചാൾസ് ഡിക്കൻസിന്റെ കഥാപാത്രമാണ്. അപ്പൊ കഥാപാത്രങ്ങളും കൃതികളൊക്കെ നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും പരീക്ഷയ്ക്ക്. ഒളിവർ ട്വിസ്റ്റ് ചാൾസ് ഡിക്കൻസിന്റെ കഥാപാത്രമാണ്. അടുത്തത്, SMS എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ്. അപ്പൊ SMS പൂർണ്ണ രൂപം എന്താ മക്കളെ? ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ്. എന്തിന്റെ ഖര അവസ്ഥയെ ആണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്? എന്തിന്റെയാണ്? കാർബൺ ഡയോക്സൈഡിന്റെ ഖര അവസ്ഥയുടെ പേരാണ് ഡ്രൈ ഐസ്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, ഏത് കപ്പലിലെ സമരത്തെ തുടർന്നാണ് 1946 നാവിക കലാപം ആരംഭിച്ചത്? HMS തൽവാറിലെ
എന്താണ് സമരത്തെ തുടർന്നാണ് 1946 നാവിക കലാപം ആരംഭിച്ചത്. അഴുതയാർ എന്ന് വിളിക്കുന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? അഴുതയാർ പമ്പാ നദിയുടെ പോഷക നദിയാണ്. അഴുതയാർ പമ്പാ നദിയുടെ പോഷക നദിയാണ്. ഇന്ത്യയില് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോ ഇന്ത്യയുടെ ഭരണത്തിന്റെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോളിനെ എന്താണ് ബോർഡ് ഓഫ് കൺട്രോൾ ഇന്ത്യയുടെ ഭരണ നേട്ടത്തിനായി ബോർഡ് ഓഫ് കൺട്രോളിനെ നിയമിക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഏത് നിയമപ്രകാരമാണ്? കൊണ്ടുവന്നത് 1784 നിയമത്തിന്റെ പേര് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നാണ്. അപ്പൊ എന്താ പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ കുറിച്ചൊന്ന് പറഞ്ഞേ നിങ്ങള്. ഇന്ത്യയുടെ ഭരണ മേൽനോട്ടത്തിനായി ബോർഡ് ഓഫ് കൺട്രോളിനെ നിയമിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇനി അടുത്തത് നമ്മൾക്കറിയാവുന്നതാണ് നൈട്രജനെ കുറിച്ച്. നൈട്രജൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്സിജനെ കുറിച്ചും നമുക്കറിയാം. ഈ നൈട്രജൻ, ഓക്സിജൻ എന്നിവ കഴിഞ്ഞാൽ അന്തരീക്ഷവായുവിൽ, എവിടെ? അന്തരീക്ഷവായുവിൽ. അപ്പൊ നൈട്രജൻ, ഓക്സിജൻ എന്നിവ കഴിഞ്ഞാൽ അന്തരീക്ഷവായുവിൽ കൂടുതലുള്ള മൂന്നാമത്തെ വാതകം ഏതാണ്? ആർഗണാണ്. ക്ലിയർ ആയോ മക്കളെ? നൈട്രജൻ, ഓക്സിജൻ എന്നിവ കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകത്തിന്റെ പേര് എന്താണ്? ആർഗൺ എന്നാണ്. ഇനി അടുത്തത് കലിംഗ സമ്മാനം. അടുത്ത ചോദ്യം കലിംഗ സമ്മാനത്തെ കുറിച്ചാണ്. ഈ കലിംഗ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ജഗജിത് സിംഗ് ആണ്. ആരാണ്? ജഗജിത് സിംഗ് ആണ്. കലിംഗ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരന്റെ പേര് ജഗജിത് സിംഗ് എന്നാണ്. ഇനി ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് ഗുരുവായൂരിൽ നടന്ന സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ? ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നിരാഹാരമിരുന്നത് ആരാണ്? നിരാഹാരമിരുന്നത് അവസാനിപ്പിച്ച നേതാവ് ആരാണ്? കെ കേളപ്പനാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നിരാഹാരം ഇരുന്നു. ഗാന്ധിജി വന്നു, സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹത്തിനോട് നിരാഹാരം അവസാനിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ നിരാഹാരം അവസാനിപ്പിച്ച ആളാണ് ആര്? കെ കേളപ്പൻ. അടുത്തത് വരും തലമുറകൾക്ക് സൂക്ഷിച്ചു വെക്കേണ്ട അപൂർവ രേഖകളുടെ പട്ടികയായ ഓർമ്മ പുസ്തകം. എന്താണ്? ഓർമ്മ പുസ്തകം. എന്താ ഓർമ്മ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ നടക്കണ കാര്യങ്ങള് അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്ക് പലർക്കും അറിയില്ല അല്ലെ? അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപൂർവമായിട്ടുള്ള ഇത്തരം ശേഖരങ്ങൾ സൂക്ഷിച്ചു വെക്കും. അതിനെ വിളിക്കുന്നത് എന്താണ്? ഓർമ്മ പുസ്തകം എന്നാണ്. ആ ഓർമ്മ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഏത് സംഘടനയാണ്? യുനെസ്കോ ആണ്. അപ്പൊ ഓർമ്മ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സംഘടനയുടെ പേര് ഏതാണ്? യുനെസ്കോ. എന്താണ്? വരും തലമുറകൾക്കായി സൂക്ഷിച്ചു വെക്കേണ്ട അപൂർവ രേഖകളുടെ പട്ടികയാണ് ഓർമ്മ പുസ്തകം. അത് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? യുനെസ്കോ ആണ്. ഏതെങ്കിലും ഒരു ലായനിയിൽ പഞ്ചസാര എത്രമാത്രമുണ്ട് എന്നറിയാൻ ആ പഞ്ചസാരയുടെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് സക്കാരി മീറ്റർ എന്നാണ്. എന്താ? അപ്പൊ ഒരു ലായനിയിലെ പഞ്ചസാരയുടെ അളവളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഒരു ലായനിയുടെ പഞ്ചസാരയുടെ അളവളക്കാൻ സക്കാരി മീറ്റർ ഉപയോഗിക്കുന്നു. ഇനി നമ്മുടെ കണ്ണുകളില് അണുബാധ ഉണ്ടാവും. നമ്മുടെ കണ്ണിൽ എന്തുണ്ടാകാം? അണുബാധകൾ വരാം. അങ്ങനെ കണ്ണിൽ വരുന്ന അണുബാധ
അണുബാധകൾ തടയാനായി കണ്ണിൽ വരുന്ന അണുബാധകൾ തടയാനായി കണ്ണുനീരിൽ ഒരു രാസാഗ്നിയുണ്ട്. ആ കണ്ണുനീരിലുള്ള രാസാഗ്നിക്ക് വിളിക്കുന്ന പേര് എന്താണ്? ലൈസോസൈം എന്നാണ്. എന്താണ്? ലൈസോസൈം. അപ്പൊ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ലൈസോസൈം ആണ്. അതിന്റെ പ്രവർത്തനം എന്താ? എന്ത് കാര്യം ചെയ്യണേ? കണ്ണിലെ അണുബാധകൾ തടയാൻ കണ്ണിനെ സംരക്ഷിക്കുന്നത് ഏതാണ്? ലൈസോസൈം എന്ന രാസാഗ്നിയാണ്. അടുത്തത് ഒരു വിത്തിന്റെ പേരാണ്. ആ വിത്തിന്റെ പേര് ഇതാണ്, ഹൈബ്രിഡ് 4. എന്താണ്? ഹൈബ്രിഡ്. ഹൈബ്രിഡ് PRID മക്കളെ. ഹൈബ്രിഡ് 4. ഈ ഹൈബ്രിഡ് 4 ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? പരുത്തിയുടെയാണ്. അപ്പൊ ഹൈബ്രിഡ് 4 എന്തിന്റെയാണ്? പരുത്തിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനത്തിന് വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് 4 എന്നത്. ഇനി നമുക്ക് ചില പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്രോൾ അടിക്കുമ്പോൾ ഒക്കെ നമ്മൾ പറയും അതിന്റെ ഗുണനിലവാരം വളരെയധികം കുറവാണ്, മൈലേജ് നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഡീസലിന്റെ ഗുണനിലവാരം അളക്കാൻ നമ്മൾ ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നു. ഡീസലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ പേര് സീറ്റേൻ നമ്പർ എന്നാണ്. എന്താണ്? സീറ്റേൻ നമ്പർ. അപ്പൊ ഡീസലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സീറ്റേൻ നമ്പർ ആണ്. എന്താണ്? സീറ്റേൻ നമ്പർ. ഇനി പുതിയതായിട്ട് നമ്മൾ ആരെങ്കിലും ഒരു മൂലകം കണ്ടെത്തി എന്ന് വെക്കാം. ആ മൂലകത്തിന് ഒരു പേര് നൽകണ്ടേ? അതിന് അംഗീകാരം നൽകണ്ടേ? അപ്പൊ പുതിയതായി കണ്ടുപിടിക്കുന്ന മൂലകങ്ങൾക്ക് പേര് നൽകുന്നതും ആ മൂലകത്തെ അംഗീകരിക്കുന്നതും ഏത് സംഘടനയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ്? IUPAC. എന്താണ്? എന്താ പറയുന്നത്? IUPAC എന്നാണ് സംഘടനയുടെ പേര്. IUPAC. ഇനി അടുത്തത് ഒരു നഗരത്തിന്റെ പേരാണ് ബാഗ്ദാദ് എന്നതാണ്. ബാഗ്ദാദ് എന്നതാണ്. ഈ ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിൽ ആണ് എന്നാണ് ചോദ്യം. നദിയുടെ പേര് ടൈഗ്രീസ് എന്നാണ്. അപ്പൊ ടൈഗ്രീസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബാഗ്ദാദ്. ടൈഗ്രീസ് നദിക്കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ബാഗ്ദാദ്. ഇനി കാലാവസ്ഥാ നിരീക്ഷകര് കാലാവസ്ഥ പറയും, നമ്മൾ ടിവിയിലും പേപ്പറിലും മൊബൈലിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഏത് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉച്ചയ്ക്ക് 2 മണി. ഏറ്റവും ചൂട് കൂടുതലുള്ള സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. അപ്പൊ കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്ന സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. ക്ലിയർ ആയില്ലോ? അടുത്ത ചോദ്യം എന്താണ്? ചുണ്ണാമ്പ് ഗുഹകൾ രൂപം കൊള്ളുന്നത്. ചുണ്ണാമ്പ് ഗുഹ. ആ ചുണ്ണാമ്പ് ഗുഹ രൂപം കൊള്ളുന്നത് ഏതു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്? എന്താണ് പ്രവർത്തനത്തിന്റെ പേര്? അപരദനം. അപരദനം എന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ചുണ്ണാമ്പ് ഗുഹകൾ രൂപം കൊള്ളുന്നത് എന്ന് പഠിക്കാം. ഇനി കാറ്റിന്റെ നിക്ഷേപ ഫലമായി, ഭയങ്കര ശക്തിയായ കാറ്റ് വീശുന്നതിന്റെ ഫലമായി മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾക്ക് എന്ത് പേരിട്ട് വിളിക്കുന്നു? മണൽക്കൂന. മരുഭൂമിയിൽ ശക്തമായിട്ടുള്ള കാറ്റുകളുണ്ട്. ആ കാറ്റുകളുടെ പരിണിത ഫലമായി മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് മണൽക്കൂനകൾ. അടുത്തത് ദക്ഷിണ സമുദ്രം എന്ന് അറിയപ്പെടുന്നത് ഏത് സമുദ്രമാണ്? ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ്. അപ്പൊ ദക്ഷിണ സമുദ്രം എന്ന ഏത് സമുദ്രത്തിന്റെ മറ്റൊരു പേരാണ്? അന്റാർട്ടിക് സമുദ്രത്തിന്റെ മറ്റൊരു പേരാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് താപം കൂടുമ്പോൾ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? താപം കൂടുമ്പോൾ സാന്ദ്രത എന്ത് ചെയ്യുന്നു? സാന്ദ്രത കുറയുന്നു. താപം കൂടിയാൽ എന്ത് കുറയും? സാന്ദ്രത കുറയും.
അടുത്തത് സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം എത്ര? സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം 35 സഹസ്രാംശമാണ്. 35 സഹസ്രാംശം എന്ന് പറയും. സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം എത്രയാണ്? സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം എന്ന് വിളിക്കുന്നത് 35 സഹസ്രാംശത്തെയാണ്. അടുത്തത് തിരയുടെ, അതായത് കടൽ തിരമാല അല്ലെ, ആ തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത്, തിരയുടെ ഉയർന്ന ഭാഗത്തെ ഏതു പേരിട്ട് വിളിക്കുന്നു? എന്താ വിളിക്കുക? തിരാശിഖിരം എന്ന് വിളിക്കുന്നു. തിരയുടെ ഉയർന്ന ഭാഗത്തെ തിരാശിഖിരം എന്നാണ് വിളിക്കുന്നത്. തിരയുടെ ഉയർന്ന ഭാഗം എന്താണ്? തിരാശിഖിരമാണ്. അടുത്തത് സമുദ്രജലവിധാനത്തിന്റെ ഉയർച്ചയെ നമ്മൾ എന്തു വിളിക്കുന്നു? സമുദ്രജലവിധാനത്തിന്റെ ഉയർച്ചയെ നമ്മൾ വേലിയേറ്റം എന്ന് വിളിക്കുന്നു. സമുദ്രജലവിധാനത്തിന്റെ ഉയർച്ചയെ വിളിക്കുന്നത് ഏത് പേരിട്ടാണ്? വേലിയേറ്റം എന്നാണ്. ഇനി മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയും. അത് പ്രസിദ്ധീകരിക്കുന്നത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ UNDP ആണ്. എന്നു മുതലാണ് UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്? 1990 മുതലാണ്. 1990 മുതൽ UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം, ഇങ്ങനെ ഒരു കൃതി കേട്ടിട്ടുണ്ടോ നിങ്ങള്? അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം. എന്നത് ആരുടെ കൃതിയാണ്? അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം എന്നത് ആരെഴുതിയ കൃതിയാണ്? ഡോക്ടർ ഇക്ബാൽ. അവശ്യ മരുന്നുകളുടെ, ചില സമയത്ത് ഇവിടെ കറണ്ട് കൂട്ടം മക്കളെ, അപ്പോഴാണ് എഴുത്ത് ഭംഗിയാവാത്തത്. അപ്പൊ അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ഡോക്ടർ ഇക്ബാലിന്റെ കൃതി. അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം ആരുടെ കൃതിയാണ്? ഡോക്ടർ ഇക്ബാലിന്റെ കൃതിയാണ്. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം, ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3 ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3 ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3. ഇനി നമ്മുടെ സസ്യങ്ങളുടെ വേര്, അതുപോലെ തന്നെ ഇല, സസ്യങ്ങളുടെ വേര്, ഇല, അതുപോലെ തന്നെ തണ്ട്. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കും. നമ്മൾ വേരിൽ നിന്നും ചെടി ഉണ്ടാവും, ഇലയിൽ നിന്ന് ചിലപ്പോൾ ചെടി കാണാം, തണ്ട് എന്നും ചെടി വരാം. അതിനെ അങ്ങനെ തൈ ചെടികൾ ഉണ്ടാക്കുന്ന രീതിക്ക് എന്ത് വിളിക്കുന്നത്? കായിക പ്രജനനം എന്ന്. അപ്പൊ സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് എന്നിവയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിക്ക് എന്ത് വിളിക്കുന്നു? കായിക പ്രജനനം എന്ന് വിളിക്കുന്നു. ഇനി അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് നദിയെയാണെന്ന്? അന്താരാഷ്ട്ര നദി എന്ന് വിളിക്കുന്ന നദി ഏത് നദിയാണ്? നൈൽ നദിയാണ്. അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? നൈൽ നദിയാണ്. അടുത്തത് എന്നിലൂടെ, ഒരു കൃതിയാണ്. എന്നിലൂടെ എന്ന കൃതി രചിച്ചത് ആരാണ്? കുഞ്ഞുണ്ണി മാഷാണ്. ആരാണ് രചിച്ചത്? കുഞ്ഞുണ്ണി മാഷാണ്. അപ്പൊ എന്നിലൂടെ എന്നത് ആരുടെ കൃതിയാണ്? കുഞ്ഞുണ്ണി മാഷയുടെ കൃതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് വേൾഡ് ബാങ്കിനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ IMF കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും.
അന്താരാഷ്ട്ര നാണയനിധിയും വേൾഡ് ബാങ്കും നിലവിൽ വരാൻ കാരണമായ സമ്മേളനത്തിന്റെ പേര് എന്താണ്? എന്താണ് സമ്മേളനത്തിന്റെ പേര്? ബ്രെട്ടൻ വുഡ്സ് സമ്മേളനം. എന്താ സമ്മേളനത്തിന്റെ പേര്? ബ്രെട്ടൻ വുഡ്സ് സമ്മേളനം. വേൾഡ് ബാങ്ക്, IMF എന്നിവ നിലവിൽ വരാൻ കാരണമായ സമ്മേളനം ബ്രെട്ടൻ വുഡ്സ് സമ്മേളനമാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് ചൊവ്വ, വ്യാഴം. എന്താണ്? ചൊവ്വ, അതുപോലെ തന്നെ വ്യാഴം എന്നിവയുടെ ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷണങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? എന്ത് പേരിട്ട് അവയെ വിളിക്കണേ? ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന, എന്താണ്? ചൊവ്വയുടെയും വ്യാഴത്തിന്റെ ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷണങ്ങളാണ് എന്ത്? ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായത്തിന് വിളിക്കുന്ന പേര് എന്താണ്? ഉദാരവൽക്കരണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ എക്കണോമിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഒരു രാഷ്ട്രത്തിന്റെ, അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാരിന്റെ നിയന്ത്രണം, ഗവൺമെന്റിന്റെ നിയന്ത്രണം, അതുപോലെ തന്നെ അവരുടെ സ്വാധീനം, അതിനെ പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായത്തെയാണ് ഉദാരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള 50 ക്വസ്റ്റ്യൻ പഠിച്ചു. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം സിലബസ് പഠിച്ചു. ആ സിലബസ് പഠിച്ച് നമ്മൾ എന്താണ് പരീക്ഷ എന്ന് മനസ്സിലാക്കി. അതിനെ കുറച്ചും കൂടിയും ഡീപ്പായിട്ട് നമ്മൾ SCERT പാഠഭാഗങ്ങളിലൂടെ പഠിക്കുന്നു. അതിനുശേഷം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം. അപ്പൊ സിലബസിന്റെ മാർക്ക് കിട്ടി, SCERT എന്ന് പറഞ്ഞ അഡീഷണൽ കിട്ടി, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും നമുക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നല്ല റാങ്ക് നേടാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. നന്നായി പഠിച്ചു മുന്നോട്ട് പോവാട്ടോ.